ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലക്സ് ചാലകൻ, ഡയറക്ടർ ബ്ലസ് അക്കാഡമി കോട്ടയം, തിരുവല്ല ആൻഡ് ബ്ലിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷാർജ. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യുന്നത് നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, യു എയിലേക്ക് ഈ ഒരു വർഷത്തിന് മുമ്പ് വരെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് DH ആയാലും MOH ആയാലും ഹാദ് ആണെങ്കിലും എഴുതാൻ ഓപ്ഷൻ ഉള്ളായിരുന്നു. അപ്പം അതിന് 2 ദിവസം ഒരാഴ്ച കുറവുണ്ടെങ്കിൽ പോലും, ഈ എക്സ്പീരിയൻസിന് കുറവുണ്ടെങ്കിൽ പോലും നമുക്ക് എക്സാം എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർ തരത്തില്ല. അവർ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ വീണ്ടും പോയിട്ട് ബാക്കി ഉള്ള ഒരു ഡേയ്സ് കവർ ചെയ്തിട്ട് വരാനേ പറയത്തുള്ളായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് യു എയിൽ MOH പ്രത്യേകിച്ച് MOH കുറച്ച് ഷോർട്ടായി വന്നപ്പോഴാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നത്. എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അതിശയകരമായ ഒരു കാര്യമാണ്. കാരണം എക്സ്പീരിയൻസ് ഇല്ലാതെ എക്സാം എഴുതാം, ഫ്രഷേഴ്സിന് എക്സാം എഴുതാം. നേരത്തെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രജിസ്ട്രേഷൻ ബാംഗ്ലൂരിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം MOH എഴുതാൻ പറ്റുകയില്ല. അത് തിരിച്ചാണല്ലോ. അതുമല്ല, രജിസ്ട്രേഷൻ എന്ന് ചെയ്തു അന്ന് തൊട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് അതാത് സ്റ്റേറ്റിൽ തന്നെയുള്ള ഒരു എക്സ്പീരിയൻസും ആണെങ്കിൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റുകയുള്ളൂ. അങ്ങനെ എന്തുകൊണ്ടും വളരെ ബുദ്ധിമുട്ടിൽ ഒരു അവസ്ഥയാണ് MOHനെ സംബന്ധിച്ചിടത്തോളം. DHയെ സംബന്ധിച്ച് അത്തരം പ്രശ്നങ്ങളില്ല. അത് കേരളത്തിലെ എക്സ്പീരിയൻസും കർണാടകത്തിലെ രജിസ്ട്രേഷനും ആണെങ്കിൽ പ്രശ്നമില്ല. അതുമല്ല, 1 വർഷത്തെ എക്സ്പീരിയൻസും ഒരു വർഷത്തെ രജിസ്ട്രേഷൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ കുറേ റിലാക്സേഷൻ DHയിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് MOHൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ എക്സ്പീരിയൻസ് വേണ്ട എന്നുള്ളൊരു നിയമം വന്നപ്പം ഞങ്ങളെപ്പോലുള്ളവർ എല്ലാവർക്കും, അതുപോലെ നഴ്സുമാർക്കും വളരെ സന്തോഷകരമായി. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പം വന്നിട്ടുണ്ട് ദുബായിലേക്ക്. ഞങ്ങൾ തന്നെ 100 കണക്കിന് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട്. അവർക്കെല്ലാം ഞങ്ങൾ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല ജീവിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്കിവിടെ കേരളത്തിലെ ഇതുപോലെ അല്ലെ ബാംഗ്ലൂരിൽ പഠിച്ച് കാൻഡിഡേറ്റ് മറ്റു സ്ഥലങ്ങളിൽ എക്സ്പീരിയൻസിന് വേണ്ടി പോകുമ്പം 10,000, അതുപോലെ 15,000 അതുപോലെ സാലറിയിലേക്കാണ് അവർ ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് മാറി അവർ ജസ്റ്റ് പോകുമ്പം തന്നെ, അതായത് യു എയിൽ ജോലി കിട്ടുമ്പം തന്നെ ഏകദേശം 80,000 to 1 lakh സാലറിയിലേക്ക് നമ്മൾ തന്നെ അസിസ്റ്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ വളരെ ഒരു യൂസ്ഫുള്ളായ ഒരു കാര്യമായി പോയി ഇതുപോലെ ഫ്രഷേഴ്സിന്, എക്സ്പീരിയൻസ് ഇല്ലാത്ത നഴ്സുമാർക്ക്. കാരണം 2022 പാസ്സായിട്ട് 2023 പാസ്സായ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്ന നഴ്സുമാർ. അപ്പോൾ അവർക്കെല്ലാം ഇതുപോലെ ഈ യു എയിലേക്ക് DH ആയാലും MOH ആയാലും എഴുതിയിട്ട് വന്നിട്ട് ഇതുപോലെ ഓപ്പർച്യൂണിറ്റി ജോലിക്ക് കയറാൻ പറ്റുക എന്നുള്ള വളരെ ഒരു സന്തോഷകരമായ കാര്യം. കാരണം ഇവരൊക്കെ ലോണും 8, 9, 10 ലക്ഷമൊക്കെ ചിലവായിട്ടാണ് ഈ ഓരോ നഴ്സുമാരും ഈ BSc, പോസ്റ്റ് BC അല്ലെ GNM ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇവർക്ക് പഠിച്ചു കഴിഞ്ഞ് കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യുമ്പോഴത്തേനും 15,000 കൊണ്ട് എത്ര വർഷം വർക്ക് ചെയ്താലായിരിക്കും ഇവർക്ക് ഈ ലോണിന് ഒന്ന് റീപേ ചെയ്യാൻ പറ്റും. പല ആൾക്കാരും കടത്തിലാണ്. അപ്പോൾ ഇത് ഒരു ബുദ്ധിമുട്ടിലേക്ക് ഒരു വിരാമമായിട്ടുണ്ട് നമുക്ക് ഈ MOHൽ ഇതുപോലെ DHയിൽ ഫ്രഷേഴ്സിന് എക്സാം എഴുതാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പം ഇനിയും നിങ്ങൾ ശങ്കിച്ച് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ കേരളത്തിലാണെങ്കിലും പല അക്കാഡമിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി ചോദിക്കുമ്പോൾ ഇല്ല, പറ്റത്തില്ല, അങ്ങനെ എക്സാം എഴുതാൻ പറ്റത്തില്ല, എക്സ്പീരിയൻസ് വേണം, ജോലി കിട്ടത്തില്ല, അങ്ങനെ പല ആൾക്കാരും നമ്മളോട് പറയുന്നുണ്ട് ഇപ്പോഴും. പക്ഷെ കേരളത്തിൽ അവർക്കൊന്നും അറിയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 25 വർഷത്തെ UAEയുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരവസ്ഥ നമുക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണ് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല എക്സാം എഴുതാൻ. DH ആണെങ്കിലും MOH എക്സാം എഴുതാനാണെങ്കിലും നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അതുപോലെ ജോബ് കിട്ടാനും എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. പിന്നെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ അതിനുള്ള വേറെ ഓപ്ഷനൊക്കെ ഉണ്ട്. അത് നമുക്ക് മറ്റുള്ള അക്കാഡമിക്കാർക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാത്തത്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ജസ്റ്റ് പാസ്ഔട്ടായി കാൻഡിഡേറ്റ് 1 വർഷം വരെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഈ 2023 പാസ്ഔട്ടായ കാൻഡിഡേറ്റ് ആണെങ്കിലും ചിലപ്പോൾ 2022 ലാസ്റ്റ് പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റാണ് അവർ ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട് എക്സാം എഴുതാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ അവസരം മുതലാക്കുക. ബ്ലസ് അക്കാഡമി കോട്ടയത്തും തിരുവല്ലയിലും അതുപോലെ ഷാർജയിലും ഉണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മൾ പാസ് ഗ്യാരണ്ടിയാണ് തരുന്നത്. മറ്റുള്ള ഒരു അക്കാഡമി കേരളത്തിലോ അതോ UAEയിലോ ഒരു അക്കാഡമി ഇതുപോലെ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ് ഗ്യാരണ്ടി തരത്തില്ല. MOHനാണെങ്കിലും DH ആണെങ്കിലും അത് നമ്മൾ 100% ഗ്യാരണ്ടിയാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അറ്റസ്റ്റേഷൻ, വിസ പ്രോസസ്സ്, ടിക്കറ്റ്, അവിടെ ചെന്നുള്ള താമസം, എല്ലാത്തിനും നിങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ പിള്ളേർ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ കേരളം, മംഗലാപുരം, കാസർഗോഡ് ആ ഡിസ്ട്രിക്റ്റിൽ നിന്നുണ്ട് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് ഉണ്ട്. വന്ന് താമസിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. കോട്ടയത്താണെങ്കിലും തിരുവല്ലയിലും വന്ന് താമസിക്കാം. നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകാം. ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ് ചെയ്യരുത്. ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്താൽ
നമ്മൾ ഒ ഇ ടിയുടെ പുറകെ പോയി ചില ആൾക്ക് കാൻഡിഡേറ്റ്സ് എന്നെ വിളിക്കുന്നുണ്ട്, 1 വർഷമായി ഒ ഇ ടി എഴുതുന്നു. ഈ 35,000 വെച്ച് എത്ര പ്രാവശ്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ട്? അതുപോലെ മറ്റ് എക്സാമുകൾ എഴുതി നിങ്ങൾ ഫെയിലാകണ്ട. ബ്ലെസ് അക്കാഡമിയുടെ ഒരു നമ്പർ കിട്ടിയാൽ നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയിത്തീരും. അത് യാതൊരു മാറ്റവുമില്ല. ഇനിയും ഈ ഓപ്പർച്യൂണിറ്റി എന്ന് വരെ നീളുമെന്ന് നമുക്കറിയത്തില്ല. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മുതലാക്കുക. ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.